കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീഷിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. തൃശൂർ പോലീസ് ക്ലബിൽ 11 മണിക്കാണ് മൊഴിയെടുക്കുന്നത്. ആരോപണങ്ങൾ സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറുമെന്ന് തിരൂർ സതീഷ് വ്യക്തമാക്കി. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ തിരൂർ സതീഷിന്റെ കയ്യിൽ ഈ എന്ത് തെളിവാണ് ഉണ്ടാവുക? മൊഴിക്കപ്പുറം അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം അടച്ച കുറച്ച് റെസിപ്റ്റുകളല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ സതീഷിന്റെ കയ്യിലുണ്ടോ? ജെയ്സൺ ചാമോളപ്പിൽ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതുതന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്ത് തെളിവുകളാണ് സംബന്ധിച്ച് തിരൂർ സതീഷ് ഹാജരാക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് BJP നേതാക്കൾ ആശങ്കയോടും പോലീസുകാരെ കൗതുകത്തോടും കൂടി കാത്തിരിക്കുന്നത്. അതുതന്നെയാണ്. ഇപ്പോൾ ആൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പോലീസ് സംരക്ഷണയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പുറകിലുള്ള പോലീസ് ക്ലബിലേക്ക് എത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊടുങ്ങല്ലൂരിലെ ACP VK രാജു സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 9 കോടി രൂപ വിവിധ ചാക്കുകളിലാക്കി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അദ്ദേഹം പറയുന്നത്. ആ വെളിപ്പെടുത്തലോട് കൂടിയാണ് വീണ്ടും കൊടകര കുഴൽപ്പണ വിവാദം കേസ് സജീവമാകുന്ന. ആ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് കിടക്കുകയാണ്. പക്ഷേ അത് സംബന്ധിച്ച തുടർ നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. കുറ്റപത്രം അംഗീകരിക്കുകയോ അത് സംബന്ധിച്ച് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത് ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടിൽ നിൽക്കുമ്പോഴാണ് തിരൂർ സതീഷ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻ സെക്രട്ടറിയായ തിരൂർ സതീഷ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. ആ വെളിപ്പെടുത്തലിൽ നിരവധി നേതാക്കളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം പോലും നാം കണ്ടപ്പോൾ ചോദിച്ചത് എന്തെങ്കിലും രേഖകൾ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഫോട്ടോകൾ, എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നതാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ പണം ഉപയോഗിച്ച് BJPയുടെ നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച മൊഴികൾ നൽകാനുള്ള സാധ്യതയാണ് പോലീസും കാണുന്നത്. അതിനുമപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോയോ അല്ലെങ്കിൽ പണം ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന ഫോട്ടോയോ മറ്റൊന്നും എടുക്കാനുള്ള സാധ്യത അപ്പോഴത്തെ ഘട്ടത്തിലില്ല. കാരണം ആ സമയത്ത് വിശ്വസ്തനായ ഒരു പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടികളിലേക്ക് ആ ഘട്ടത്തിൽ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പണം കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന 9 കോടി രൂപയുടെ പല ഗഡുക്കൾ പല നേതാക്കളും വീതിച്ചെടുത്തു. ആ വീതിച്ചെടുത്ത പണം പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് അദ്ദേഹം പ്രധാനമായും മൊഴിയായി നൽകാനുള്ള സാധ്യത എന്നാണ് നാം കണക്കുകൂട്ടുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ക്ലബിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ തിരൂരിലുള്ള വീട്ടിൽ നിന്നും പോലീസിൻ്റെ സംരക്ഷണയിലാണ് വരുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വീടിന് പോലീസ് സംരക്ഷണമുണ്ട്. പല രീതിയിലുള്ള പരോക്ഷമായിട്ടുള്ള ഭീഷണികളും അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പോലീസും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പോലീസിന് കൊടുക്കുന്ന മൊഴികളിൽ തൃശ്ശൂരിലെ ജില്ലാ ഭാരവാഹികളാണെങ്കിലും സംസ്ഥാന ഭാരവാഹികളാണെങ്കിലും അത്തരം ബിനാമി ഇടപാടുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നതിന്റെ വിവരം കൊടുത്താൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരിക്കും അല്ലേ? തീർച്ചയായും അരുൺകുമാർ, അത്തരത്തിലുള്ളൊരു സാധ്യതകളാണ് നാം കാണുന്നത്. അത് സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറേ നാളുകളായി തിരൂർ സതീഷ് ഇതിൻ്റെ വിവരങ്ങൾ തേടുകയായിരുന്നു എന്നാണ് നാം കരുതുന്നത്. ഇപ്പോൾ സ്റ്റേഷനിലേക്ക്, അതായത് പോലീസ് ക്ലബിലേക്ക് തിരൂർ സതീഷ് കാറിൽ വരുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇപ്പോൾ തിരൂർ സതീഷ് കാറിലുണ്ട്, അകത്തേക്ക് കയറുകയാണ്. പോലീസുണ്ട്. തിരൂർ സതീഷിൻ്റെ കാറിൽ പോലീസുണ്ട്. പോലീസ് സംരക്ഷണയിലാണ് തിരൂർ സതീഷ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സജീവമായിരുന്ന കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വളരെ സജീവമായിരുന്ന സതീഷ് തന്നെയാണ് കാർ ഓടിക്കുന്നത്. അതിനിപ്പുറത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ വീടിനെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും രേഖകളോ മറ്റോ ഉണ്ടോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. മറ്റോ ഫോണിലോ അദ്ദേഹത്തിൻ്റെ കൈവശമോ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അതീവ നിർണായകമായ ഒരു മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ നടക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ചൊരു തുടരന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകിയെങ്കിൽ പോലും ആ കേസ് അതിശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സതീഷ് പുറത്തു പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സംബന്ധിച്ച എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടാകണം. അത്തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ കേസ് മുന്നോട്ട് പോകും. പ്രത്യേക FIR ഇടണമോ എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ കയ്യിലൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ആ ഫയലിലാണ് ഈ കേസിന്റെ ഭാവി എന്ന് പറയേണ്ടി വരും. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ VK രാജു നേരത്തെ തന്നെ പോലീസ് ക്ലബിൽ എത്തിയിട്ടുണ്ട്.
ഇല്ല, ഞാൻ പോയിട്ട് വരാം ഞാൻ അവിടെ പോയിട്ട് വരാം. തീർച്ചയായും പോയിട്ട് വരാം. അദ്ദേഹം പോയി കയ്യിലൊരു ഫയല് നാം കണ്ടല്ലേ അരുൺകുമാർ, ആ ഫയലിലാണ് ഈ കേസിൻ്റെ ഭാവി ഇരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഫോണിൽ അത്തരം ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ ഒരു പക്ഷേ സൂക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഊഹമാണ്, എത്രമാത്രം ശരിയാകുമെന്ന് നമുക്ക് പറയാനാകില്ല. ഈ പല ഇടപാടുകളും ഈ പണം ഉപയോഗിച്ച് നേതാക്കൾ പല ഇടപാടുകളും നടത്തിയെന്നതാണ് നേരത്തെ തന്നെ തിരൂർ സതീഷ് ആരോപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇടപാടുകൾ നടത്തിയതിൻ്റെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളാകാം, അദ്ദേഹത്തിൻ്റെ കൈവശം സ്ഥലം ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് ഇടപാടുകളോ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായ മറ്റേതെങ്കിലും ഇടപാടുകളോ നടത്തിയിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ഏതെങ്കിലും രേഖകളാകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസ് നിലവിൽ തന്നെ ഈ കേസ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ പ്രത്യേക FIR ഇടേണ്ടി വരും. ആ രീതിയിൽ കള്ളപ്പണ ഇടപാടാണെങ്കിൽ അത് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുക നിയമപരമായിട്ട്. അപ്പോൾ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയ ശേഷം ഈ അന്വേഷണ സംഘം അത് കേന്ദ്ര ഏജൻസിയിൽ കൈമാറാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം കള്ളപ്പണ ഇടപാടുകൾ പോലീസിന് അന്വേഷിക്കുന്നുള്ള പരിമിതികൾ ഏറെയാണെന്ന് നമുക്കെല്ലാം അറിയാം. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ 9 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വം അതിൽ പലതും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാതെ സ്വന്തം നിലയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ അതിന്റെ വിവരങ്ങളാണ് ഒരുപക്ഷെ പുറത്തു വരുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് രേഖകൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചാൽ അത് തൃശ്ശൂരിലെ BJP ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കള്ളപ്പണക്കേസിൽ മാത്രമാണ് സർക്കാരിന് കേസെടുക്കാൻ കഴിയാത്തത്. പക്ഷേ ഇതേപോലെ തെറ്റിദ്ധരിപ്പിച്ച് ബിനാമി ഇടപാടുകളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലും FIR ഇട്ട് EDക്ക് കൊടുക്കാവുന്ന ഒരു കേസായിട്ടത് മാറും. നിലവിലുള്ള കേസും EDക്ക് അന്വേഷിക്കാവുന്നതാണ്. ED അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലകുറി കത്തയച്ചിട്ടുണ്ട് DYSP. പക്ഷേ അതിനൊന്നും അനുകൂലമായിട്ട് ED പ്രതികരിച്ചിട്ടില്ല. കോടതിയിൽ കേസ് എത്തുന്ന സമയത്തും നടപടി ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ നമ്മളുടെ സതീഷ് അടക്കമുള്ളവർ നിൽക്കുന്നതാണ്. സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. വിശദമായ മൊഴിയെടുപ്പായിരിക്കും നടക്കുക. ജെയ്സൺ, നേരത്തെ കൊടുത്ത മൊഴിയിൽ നിന്ന് മാറിയായിരിക്കും ഈ മൊഴി സതീഷ് കൊടുക്കുന്നത് അല്ലേ? തീർച്ചയായും. നേരത്തെ അദ്ദേഹം BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ BJP ജില്ലാ നേതൃത്വം പറഞ്ഞത് സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള മൊഴിയാണ്. അതിൽ തന്നെ ഇന്നലെ നാം തിരൂർ സതീശൻ കണ്ടപ്പോൾ എടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ നിങ്ങളുടെ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ CCTV ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ അന്ന് പരിശോധിച്ചിരുന്നു എന്നാണ് BJPയുടെ നേതാക്കൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, അതായത് വീണ്ടും വെളിപ്പെടുത്തൽ പുറത്തു വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം പരിശോധിച്ച് അതിനകത്ത് വ്യക്തത വരുത്തിയതാണ് അന്ന് തന്നെ അന്വേഷണ സംഘം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച തിരൂർ സതീഷ് ആ സമയത്ത് നമ്മോട് വ്യക്തമാക്കിയിരുന്നത് CCTV ദൃശ്യങ്ങൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കത്ത് നൽകിയതെന്ന് അന്ന് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷിനാണ്. ആ സതീഷ് ഇത് സംബന്ധിച്ച അന്ന് നൽകിയത് ഇത് കാര്യമായ അപകടങ്ങളൊന്നുമില്ലാത്ത രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ നൽകുന്ന മൊഴി നേരത്തെ നൽകിയ മൊഴിക്ക് ഘടകവിരുദ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള കാരണം അന്ന് അദ്ദേഹം BJP ഓഫീസിലെ വിശ്വസ്തനായ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ഇന്ന് അദ്ദേഹം 9 കോടി രൂപ നിയമവിരുദ്ധമായി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ BJP നേതാക്കൾ എത്തിച്ചു എന്ന് പറയുന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു വ്യക്തിയാണ്. അതായത് BJP നേതൃത്വത്തിന് എതിരായി നിലകൊള്ളുന്ന ഒരു നിലപാടുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നതാണ്. ശരി, നമുക്ക് കാത്തിരിക്കാം. തിരൂർ സതീഷ് എന്തായാലും മൊഴി കൊടുത്തതിന് ശേഷം തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കും. എന്തൊക്കെയാണ് അദ്ദേഹം തെളിവായി കൊടുത്തിട്ടുണ്ടാവുക? ജില്ലാ നേതൃത്വത്തിലെ പല ഭാരവാഹികളും പലയിടങ്ങളിൽ ഭൂമി വാങ്ങിയതോ മറ്റേതെങ്കിലും നിക്ഷേപം നടത്തിയതോ അതിന് എന്തെങ്കിലും തെളിവുകളാണോ കൊടുക്കുക? CCTV ദൃശ്യങ്ങൾ എന്തായാലും ഇല്ല. ചാക്കുകെട്ടിൻ്റെ വിഷ്വൽസും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല.